അന്നനാളത്തിലെ ക്യാൻസറിന് എൻഡോ റോബോട്ടിക് സർജറിയുമായി കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ആശുപത്രി ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി, മെഡിക്കൽ ഗാസ്ട്രോ ആൻഡോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 75-കാരിക്കാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത്. അന്നനാളത്തിന്റെ തുടക്കഭാഗത്ത് വരുന്ന പോസ്റ്റ് ക്രാക്കോയിഡ് ഭാഗത്തെ ക്യാൻസറുകൾ ചികിത്സിക്കാൻ അന്നനാളം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് സാധാരണയായി ചെയ്യുന്നത്. ഇത് രോഗിക്ക് ഏറെ ബുദ്ധിമുട്ടും പാർശ്വഫലങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി മേധാവി ഡോക്ടർ ഷോൺ ടി ജോസഫ്, മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയ് ജെ മുക്കട എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പുതിയ രീതി അവലംബിച്ചത്. ഈ രീതിയിൽ എൻഡോ റോബോട്ടിക് സർജറി ലോകത്ത് ആദ്യമായാണ് വിജയകരമായി നടപ്പാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപ്പോൾ ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് എന്താണ്? ഇതിപ്പോ ഒരു നമ്മൾ പുതിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ഇവോൾവ് ചെയ്യണം, കൂടുതൽ നമ്പർ ഓഫ് കേസസ് വരണം, മറ്റുള്ള ആളുകളും കൂടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്കതൊരു ശരിയായിട്ടുള്ള ഒരു ഇപ്പോൾ ഉള്ളൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. പക്ഷെ എന്നാൽ ഇത് ചെയ്യാൻ വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. അത് ആർക്കും പറ്റാത്തതോ അങ്ങനെയല്ല. നമുക്കതൊരു മേ ബി ഒരു കൺസീവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ടെക്നിക്കലി ഇത് ചെയ്യാൻ പറ്റുന്ന പലരും ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻഡോ റോബോട്ടിക് സർജറി ഇത്തരം അസുഖങ്ങളുള്ള രോഗികൾക്കും പുതിയൊരു പരിഹാരമാവുകയാണെന്നും ഡോക്ടർമാർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.